വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാളത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കുറെ സാധനം ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് തുറന്നൊക്കെ വരുമ്പോൾ കുറച്ചേ ഉണ്ടാകുള്ളൂ. ഇപ്പൊ ന്യൂ ഇയർ സെയിൽ നടന്നുകൊണ്ടിരിക്കും. ന്യൂ ഇയർ സെയിലിൽ ഞാൻ ഓരോ ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കൂടുതലും വെസ്റ്റ് സൈഡ് H&M സാറയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പാക്കിങ് അൺബോക്സ് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് സാരയുടെ പാക്ക് പൊട്ടിക്കാം. സാരയിൽ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിക്കുന്നത് മെയിൻലി എന്ന് പറയുന്നത് എന്താ പറയാ ബാഗും ചപ്പലുമാണ്. സാരയുടെ ബാഗ് പറയാനില്ല, ഇതിന്റെ ക്വാളിറ്റി എന്താ പറയാ ഒരു പ്രത്യേകതരം ഒബ്സഷൻ ആണ് എനിക്ക് സാരയുടെ ബാഗിനോട്. അപ്പൊ നമുക്ക് സാരയുടെ ബോക്സ് ആദ്യം പൊട്ടിക്കാം. അപ്പൊ ഇതിന് ബാക്കിയുള്ള ബോക്സുകളൊക്കെ മാറ്റിയിട്ട് സാരയുടെ അവരുടെ പാക്കിങ് ബ്യൂട്ടിഫുൾ പാക്കിംഗ് ആണ്. കണ്ടാലേ അറിയാം. അങ്ങനെ 2 ബോക്സ് ആണ് ഉള്ളത്. ഒന്ന് ബാഗും ഒന്ന് ഞാൻ ഷൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ഇവർക്ക് എന്താ പറയാ സാർക്ക് ഓൺലൈൻ ആപ്പ് ഉണ്ട്. ആപ്പിൽ നമ്മൾ വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് ആയിട്ട് 290 രൂപ വരെ വാങ്ങുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും ഷോപ്പിലോട്ടേക്കാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിൽ സാറുടെ ഷോപ്പില്ല, ബാംഗ്ലൂരൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് ഫ്രണ്ട്സിനോട് കളക്ട് ചെയ്യാൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഞാൻ സെയിലില് എത്ര സെയിൽ വരുന്നു അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ 40% എന്നുള്ളത് 60% ആവും, 70% ആകും. അപ്പോഴേക്കും ചില സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആവും, ചിലത് നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങിച്ച സാധനമാണ്. നമുക്കിപ്പോ അൺബോക്സ് ചെയ്യാം. പൊട്ടിക്കാൻ ഇപ്പോഴും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരു ആവേശമാണ് എനിക്ക് പാക്കറ്റ് പൊട്ടിക്കുമ്പോ. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഷൂ ആണ്. അതുപോലെ ഒരു പാക്കേജിംഗ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. സാരയുടെ ഇങ്ങനത്തെ ഒരു കവറിലാണ് അവര് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. അതിന് നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാം. വാവ്, ബ്യൂട്ടിഫുൾ ഷൂ. ഇത് 39 ആണ് സൈസ് വരുന്നത്. ഇത് ഞാൻ ട്രയൽ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾ കൂടെ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അപ്പൊ ഷൂ വരുന്നത്. ഉള്ളില് ബ്ലാക്ക് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറമെ ഒരു റെഡ് ലെതർ ടൈപ്പ് ടെക്സ്ചേർഡ് ആണ് ഇതിന്. ബ്യൂട്ടിഫുൾ ഒരു ബെൽറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണിത്. നമുക്കിത് ട്രൈ. ഇനി നെക്സ്റ്റ് ബോക്സ്. ഇതും ബാഗ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആക്ച്വലി ഒരു റെഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തോ ഇപ്പൊ എനിക്കൊരു റെഡിനോട് ഒരു ഒബ്സഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോ റെഡ് ബാഗ് എടുത്തപ്പോ റെഡ് ഷൂവും കൂടി എടുത്തു എന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് സാധനം കാണുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ഒന്നുമില്ല. Next packaging. Next packaging. Open this and they put it in this bag and ta-da! Wow, beautiful. Look at this. It's nice. എക്സ്ട്രാ ഒരു ഇതുണ്ട്, ഹാങ്ങിങ്സ് ഉണ്ട് ഇതിന്റെ കൂടെ. പിന്നെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ള ആക്ച്വലി ഇങ്ങനെയാണ്. ഇവിടെ ഒരു കവറിങ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇതിന്റെ H&M ഒരു ബാഗ് എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ അതിന് 900 എങ്ങനത്തും ആയിരുന്നു. ആ ഒരു സെയിം ടൈപ്പ് തന്നെ, പക്ഷെ റെഡ് കളറ് കണ്ടിട്ട് ഞാൻ എടുത്തത്. പക്ഷെ ബ്യൂട്ടിഫുൾ ടെക്സ്ചേർഡ് ആൻഡ് ഈ വെള്ളി നോക്കി എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ ഇട്ട് കാണിച്ചു തരാമേ. നൈസ് ഷോർട്ട് ബാഗ്.
Is it elegant? Nice. ഈ ബാഗും ഈ ഷൂവും കൂടി കോമ്പിനേഷൻ. ലവ് ഇറ്റ്. അടുത്തത് ഇനി H&Mന്റെ പാക്കറ്റ് തുറക്കാം. H&Mന്റെ ഞാൻ ഒരു ടോപ്പും ഒരു ബോഡിക്കോണും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവരെ നോർമൽ പാക്കേജ് ആയിരുന്നു കേട്ടോ, പക്ഷെ ഈ ബ്രൗൺ കവറിലാണ് അവര് പാക്ക് ചെയ്തായിരുന്നത്. നൈസ്. ആൻഡ് ടു തിങ്സ്. ആക്ച്വലി ഇത് വേറെ ഓർഡർ ആയിരുന്നു. ഇതില് ഒരു വേസ്റ്റ് കോട്ടാണുള്ളത്. ഈ വേസ്റ്റ് കോട്ട് ഞാൻ H&Mന്റെ വാങ്ങുമ്പോ ഫിറ്റ് വരാറില്ല. എന്നാലും വേസ്റ്റ് കോട്ട് ഇടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേസ്റ്റ് കോട്ട്. നോക്കൂ, നല്ല രസമുള്ളേ. നൈസ്. ആക്ച്വലി ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ മുകളിൽ ഞാനിത് ടാഗ് ചെയ്യാം. ഇതാണ് വേസ്റ്റ് കോട്ട്. ഇനി ഇതിന്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു പാന്റ് ആണ്. ഇവരെ ട്രൗസേഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് മിക്സ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ആണ്. ആക്ച്വലി ഇത് കുറച്ച് നൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് റിട്ടേൺ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഇവരെ പാന്റ് വരുന്നത്. സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ നോക്കൂ, കുറച്ച് നൈസാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമോ എന്നുള്ളത് ഷോർട്ടിന്റെ കൂടെ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് റിട്ടേൺ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ളത് ടാഗ് ചെയ്തിടാം. നെക്സ്റ്റ് പാക്കറ്റ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോഡിക്കോണിന്റെ ഒരു ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റസ്റ്റ് ഗ്രീനോ അങ്ങനെ എന്തോ ഒരു ഗ്രീൻ ആണ്. വെരി നൈസ്. ഇതും കുറച്ച് നൈസാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എന്നാലും ഇട്ടിട്ടുള്ളത് ടാഗ് ചെയ്തിടാം മുകളില്. വെരി നൈസ്. ഇനി ബ്ലാക്ക് ടോപ്പ് എനിക്ക് എത്ര ഉണ്ടായാലും ഐ ആം ഒബ്സസ്ഡ് വിത്ത് ബ്ലാക്ക് ടോപ്പ്. അപ്പൊ ഞാൻ ഒരു ബ്ലാക്ക് ടോപ്പ്, എന്റെ സൈസ് സ്മോൾ ആണ്, പക്ഷെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് മീഡിയം ഓർഡർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഓർഡർ ചെയ്ത് ഏതാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. സ്മോൾ തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബ്ലാക്ക് ടോപ്പ്, ക്രേപ്പിന്റെ. നൈസ്. H&Mന്റെ അടുത്ത ടോപ്പാണ്. ഇത് ആക്ച്വലി ബ്ലാക്ക് ടോപ്പ് തന്നെ, ഓഫ് ഷോൾഡർ ടോപ്പാണ്. ബ്ലാക്ക് ഒരു ബ്ലൂയിഷ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ, പക്ഷെ ബ്ലാക്കിനാണ് ഞാൻ ഓർഡർ കൊടുത്തത്. ഒരാഴ്ചത് ബ്ലൂയിഷ് ആണോ എന്ന് എനിക്കറിയില്ല. കൊള്ളാം, നൈസാ. വെബ്സൈറ്റിൽ റിട്ടേൺ ഇല്ല, പോസ്റ്റൽ വഴി. നമുക്കിത് ഫിറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് കൊടുക്കണം, അങ്ങനെയാണ്. വെബ്സൈറ്റിന്റെ പാക്കേജിങ് നോർമൽ ആണ് കേട്ടോ, നമ്മുടെ കൊറിയർ കവറിലാണ് ഇവർ ചെയ്തിരുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ടോപ്പാണ്. എൻ്റെ ഒരു ബ്ലാക്ക് എന്താ പറയാ ഷഗ് ആണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ കൂടി ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഗോവയിൽ ബീച്ചിലൊക്കെ പോയിട്ട് ഇടാം അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ ഗോവയിൽ പോയിട്ട് ഇടല് നടക്കാറില്ല എന്ന് മാത്രം. ഇത് നൈറ്റ് ഡ്രസ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നത് നൈറ്റ് ഡ്രസ്സാണ്. അപ്പൊ അതിന്റെ ട്രൗസറും ഒരു ടോപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങാത്തൊരു കളറാണ് കേട്ടോ, ഗ്രീനിഷ്. ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തിരിക്കുന്നത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് തന്നെ. ഇതൊരു ഫ്രോക്ക് ഡ്രസ്സാണ്, ഫ്രോക്ക് ടൈപ്പ്, കോട്ടൺ ആണ് കേട്ടോ. കൊള്ളാം. സൈസ് ഇതാണ് ഡ്രസ്സ് വരുന്നത്. ഞാൻ ഇട്ടിട്ട് ഇത് ടാഗ് ചെയ്തിടാം. വാവ്, ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ബാക്കിൽ ഇതിന്റെ ഒരു കട്ടിങ് ഒക്കെ ഉണ്ട്. നൈസ്. ഇതിന് ആക്ച്വലി എന്താ പറയാ സ്ട്രാപ്ലെസ് ബ്രാ ഇടേണ്ടി വരും, എന്നാലേ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. താഴത്ത് കണ്ട പ്രിന്റ് ഉണ്ട്, വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ആണ്. ഒരു നൈറ്റ് ഡ്രസ് തന്നെ, ഞാൻ നൈറ്റ് ഡ്രസ് ആണ് ഞാൻ കൂടുതലും വാങ്ങാറ്. അതിന്റെ ഒരു സെറ്റാണ്. ഇവര് ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ സെറ്റ് വരുമ്പോ ഇങ്ങനെ ഒരു കവറിലായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഈ കവർ ആക്ച്വലി ക്യൂട്ട്
ഞാൻ കുറെ നേരമായി ക്യൂട്ട് പറയുന്നത്. ക്യൂട്ടായിട്ടുള്ള സാധനം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ട്രൗസർ പർപ്പിൾ കളറാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, എന്താ പറയുക, വെസ്റ്റേണിൽ ഓൾമോസ്റ്റ് നൈറ്റ് ഡ്രസ്സിൽ ഈ ഒരു കളർ ഷെയ്ഡാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇതാണ് ടോപ്പ്, ഇത് ട്രൗസർ. ഇനി അടുത്തത്, നേരത്തെ ഞാനൊരു നൈറ്റ് ഡ്രസ്സിന്റെ ഇതെടുത്തില്ലേ, ടോപ്പ് എടുത്തില്ലേ, അതിന്റെ ട്രൗസർ ഷോർട്സ് ആണ്. ടോപ്പല്ല, ബനിയന്റെ ട്രൗസർ ആണ്. ഇതാണ് ട്രൗസർ വരുന്നത്. നൈസ്, ഇതിടാൻ നല്ല സുഖമാണ്. ആക്ച്വലി ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ കുറെ ഷെയ്ഡ്സ് ആണ്. ബ്രൗണ്, ക്രീം, അങ്ങനെയൊക്കെ ഉള്ളതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത പാക്കേജ് അല്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി മിസ്സായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരാ സെയിലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനമായിരിക്കുമല്ലോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്തതിന്റെ കൂടുതൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തിട്ട് അണ്ടർവെയർ ഒരു അണ്ടർവെയർ ഓർഡർ ചെയ്തതാണ്. അവർ 6 സെയിം ടൈപ്പിൽ 6 അയച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല, പക്ഷെ ഇത് നൈറ്റ് ഡ്രസ്സാണ്, ഞാൻ യൂസ് ചെയ്യും. ഇനി ഇതൊരു ബ്രായാണ്, മറ്റേ സീംലെസ് ബ്രായാണ് കേട്ടോ. സീംലെസ് ബ്രാ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്ലോയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീംലെസ് ബ്രായാണ്. ഇറ്റ്സ് നൈസ്. എൻ്റെ ബ്രായൊക്കെ കുറേ പോയി, അപ്പം ഞാനത് കുറേ ദിവസമായി വിചാരിക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊരു ബ്രാ. ഇനി അടുത്ത പാക്കേജിങ്, ഇതിലെന്താ ഓർമ്മയില്ല, എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇനിയുള്ളത് മൊത്തം എന്ന് പറയുന്നത് ബ്രാസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവരെ ബ്രാ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാ വാങ്ങിച്ചാലും അവസാനം ഞാൻ 1-2 ബ്രാ മാത്രമേ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇത് ലൈറ്റ് പാഡഡിന്റെ ബ്രായാണ്. ദിസ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വയേർഡ് ആണ്. നൈസ്. ഇതൊന്ന് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്കും ബേജ് കളേഴ്സ് ഒക്കെയാണ്. അതാവുമ്പോൾ പിന്നെ ഏത് ഡ്രസ്സിന്റെ കൂടെയും പോകും. നേരത്തെ കാണിച്ചിട്ടുള്ള കളറിന്റെ ഒരു ബ്ലാക്ക് കളറ് സീംലെസ് ബ്രായാണിത്. ഇതും നൈസാണ്. ഇതിൽ റൗണ്ട് കപ്പാണ് വരുന്നത് കേട്ടോ, അതിലും വേറൊരു ഷേപ്പാണ് വരുന്നത്. ആക്ച്വലി നൈസ്. എനിക്ക് ഇതിന്റെ അടിയിലായിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഇനി ഇതും ഒരു ബ്രായാണ്. ബ്രായുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. ഇതൊരു കുറച്ച് ലേസി, എന്താ പറയാ, ലേസ് നെറ്റ് ഡീറ്റെയിലിംഗ് അല്ലേ, നെറ്റ് ലേസ് ഡീറ്റെയിൽ ഇല്ലേ, അങ്ങനത്തെ ഉള്ള ഒരു ബ്രായാണ്. കൊള്ളാം. ലാർജ്, നൈസ് കൊള്ളാം. ഇത് 499 എങ്ങാണ്ടാണ് ബ്രായുടെ എല്ലാത്തിന്റെ റേറ്റ് വരുന്നത്. പിന്നെ 2 സെറ്റിന്റെ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അതും 499 തന്നെയാണ്. ഇനി ലാസ്റ്റ് പാക്കേജ്, ഇതൊരു ഡ്രസ്സാണ്. ആക്ച്വലി ഇത് ഓഫ് ഷോൾഡർ ആണ്, 1 സൈഡ് ഷോൾഡർ ആണ്. ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. ഓ, 1 സൈഡ് ഷോൾഡർ. നോക്കിയേ എന്ത് രസമുള്ള കാണാനായിട്ട് പ്രിന്റ്. ഇതും ഗോവ ബീച്ചിലൊക്കെ പോകുമ്പോ നാട്ടിലിടാനായിട്ട് എന്റെ വീട്ടിൽ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ സമ്മതിക്കാനില്ല, എന്നാലും ഇവിടുത്തെ ആൾക്കാർ അറിയാലോ. അതുകൊണ്ട് ഇത് വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴോ ബാംഗ്ലൂരൊക്കെ പോകുമ്പോ ഇടാം. കൊള്ളാം, നൈസ്. ഇതില് ഡാമേജ് അല്ല, ഒരു കളർ ചേഞ്ച് പോലുണ്ട്, പക്ഷെ ഞാനത് റിട്ടേൺ ചെയ്യുന്നില്ല. ഈ റേറ്റിന് വർത്താണ്. ഇത് 699 ആണ്. ഇത് ആക്ച്വൽ പ്രൈസ് വരുന്നത് 1699 ആണ്. 1000 ലെസ് ആണ് കേട്ടോ ഇതിന്. കൊള്ളാം. ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ ടാഗ് ചെയ്യാം. അപ്പൊ ഞാൻ കുറേ നാളിന് ശേഷമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ടൈം കിട്ടാറില്ല. പിന്നെ എന്ത് കണ്ടന്റ് ഇടും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ മറന്നു പോകും.
അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ കണ്ടന്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എനിക്ക് കമന്റ്സ് കുറവാണ് കിട്ടുന്നത്. കൂടുതൽ എനിക്ക് ലൈക്ക് അല്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം അത്രേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പിന്നെ കാണാം. ഓക്കെ, ബൈ.